Good morning students, welcome to the video. നമ്മൾ RC coupled amplifierന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇനി നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ എന്തുകൊണ്ട് വോൾട്ടേജ് ഗെയിൻ ഡ്രോപ്സ് ഓഫ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, അതാണ് പഠിക്കാൻ പോകുന്നത്. ഹൈ ഫ്രീക്വൻസിയിൽ എന്തുകൊണ്ട് വോൾട്ടേജ് ഗെയിൻ ഡിക്രീസ് ചെയ്യുന്നു, അതാണ് പഠിക്കാൻ പോകുന്നത് അറ്റ് ഹൈ ഫ്രീക്വൻസി. Okay, this coupling capacitor allows the signal from first amplifier stage to pass to second stage. നമുക്കറിയാം ഈ കപ്ലിംഗ് കപ്പാസിറ്റർ CC ആണ് ഒന്നാമത്തെ ആംപ്ലിഫയറിൽ നിന്ന് സിഗ്നലിനെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടത്തിവിടുന്നത്. അതിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 1/2πfc ആണ്. അതായത് capacitive reactance inversely proportional to frequency. ഫ്രീക്വൻസിയും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറവായിരിക്കും, പ്രതിരോധം കുറവായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് ഫുൾ സിഗ്നലിനെയും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടത്തിവിടും. Okay, this capacitor allows major portion of signal to pass to second stage. ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് ഫുൾ സിഗ്നലിനെയും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടത്തിവിടും. ഇത് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട്. കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. മുഴുവൻ സിഗ്നലിനെയും കടത്തിവിടുന്ന സർക്യൂട്ടാണ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ടിനെ പോലെ ആക്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വയർ പോലെ കാണത്തുള്ളൂ. കപ്പാസിറ്റർ ഫുൾ പ്രതിരോധം നഷ്ടപ്പെട്ടു പോയി. കാരണം ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറവാണ്, പ്രതിരോധം കുറവാണ്. കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ടിനെ പോലെ വർക്ക് ചെയ്യും. ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് മൊത്തം സിഗ്നലിനെയും കടത്തിവിടും. അതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ വരെ നമ്മൾ ജസ്റ്റ് ഒരു വയർ വരച്ചാൽ മതി. ഒന്നാമത്തെ സ്റ്റേജിനെയും രണ്ടാമത്തെ സ്റ്റേജിനെയും കണക്ട് ചെയ്തുകൊണ്ടൊരു വയർ വരയ്ക്കുന്ന പോലെയുള്ളൂ. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ടിനെ പോലെ വർക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റേജിന്റെ കളക്ടർ റെസിസ്റ്റൻസും രണ്ടാമത്തെ സ്റ്റേജിന്റെ R1 തമ്മിൽ പാരലായിട്ട് വരും. RCയും R1 പാരലായിട്ട് വരും. അപ്പോൾ RCയും R1 പാരലായിട്ട് വന്നാൽ എന്ത് സംഭവിക്കും? അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. വോൾട്ടേജ് ഗെയിൻ ഓഫ് single stage amplifier proportional to RC. ഒരു ആംപ്ലിഫയർ, ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ ഈ കളക്ടർ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. RC കൂടിയാൽ വോൾട്ടേജ് ഗെയിൻ കൂടും, RC കുറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ കുറയും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ RCയുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. RC കൂടിയാൽ വോൾട്ടേജ് ഗെയിൻ കൂടും, അത് ഓർത്തിരിക്കുക. ഓക്കെ, RC കൂടിയാൽ വോൾട്ടേജ് ഗെയിൻ കൂടും, RC കുറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ കുറയും. ഇനി ഇവിടെ ഇപ്പോൾ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യുന്നു. RCയും R1 പാരലായിട്ട് വരുന്നു. RCയും R1 പാരലായിട്ട് വന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, രണ്ട് റെസിസ്റ്റർ പാരലായിട്ട് വന്നാൽ ഇഫക്റ്റീവ് വാല്യൂ കുറയും. അപ്പോൾ RCയും R1 പാരലായിട്ട് വന്നാൽ effective value of RC decreases. RCയും R1 പാരലായിട്ട് വരുമ്പോൾ RCയുടെ ഇഫക്റ്റീവ് വാല്യൂ ഡിക്രീസ് ചെയ്യും. ഈ ഇഫക്റ്റിനെ വിളിക്കുന്ന പേര് ലോഡിംഗ് എഫക്റ്റ്. ലോഡിംഗ് എഫക്റ്റ്.
LOADANG, loading effect. Okay. So this capacitor acts as a short circuit. Then this RC of first amplifier comes in parallel with the input resistance of second amplifier. RC R1 parallel. Then due to this parallel arrangement, the effective value of RC decreases. RC R1 parallel to vannal RC effective value korreyum. This effect is known as loading effect. This effect is loading effect. The loading effect is RC effective value korreyum. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? ആർസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ആർസി ഡിക്രീസ് ചെയ്താൽ, ഇഫ് ആർസി ഡിക്രീസസ്, വോൾട്ടേജ് ഗെയിൻ ഓൾസോ ഡിക്രീസസ്. ആർസി കുറഞ്ഞാൽ ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കുറയും. ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കുറഞ്ഞാൽ മൊത്തത്തിലുള്ള വോൾട്ടേജ് ഗെയിൻ കുറയും. അങ്ങനെയാണ് ഹൈ ഫ്രീക്വൻസിയിൽ വോൾട്ടേജ് ഗെയിൻ കുറയാനുള്ള ഒരു കാരണം. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ ഈ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കുറവാണ്. അത് ഒന്നാമത്തെ ആംപ്ലിഫയറിൽ നിന്ന് രണ്ടാമത്തെ ആംപ്ലിഫയറിലേക്ക് മുഴുവൻ സിഗ്നലിനെയും കടത്തിവിടും. അതൊരു ഷോർട്ട് സർക്യൂട്ടിനെ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ RC R1 പാരലായിട്ട് വരും. ആർസിയുടെ ഇഫക്റ്റീവ് വാല്യൂ കുറയും. ഈ ഇഫക്റ്റിനെ വിളിക്കുന്ന പേര് ലോഡിംഗ് എഫക്ട് എന്നാണ്. ഓക്കെ. അപ്പോൾ ആർസിയുടെ ഇഫക്റ്റീവ് വാല്യൂ കുറയും. അപ്പോൾ ആർസി കുറഞ്ഞാൽ ഒന്നാമത്തെ വോൾട്ടേജ് ഗെയിൻ കുറയും. ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കുറഞ്ഞാൽ മൊത്തത്തിലുള്ള ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കുറയും. അങ്ങനെയാണ് ഹൈ ഫ്രീക്വൻസിയിൽ വോൾട്ടേജ് ഗെയിൻ കുറയുന്നത്. ഒരു കാരണം. ഈ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ IC by IB ആണ്. ഹൈ ഫ്രീക്വൻസിയിൽ IB ഇൻക്രീസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസിയിൽ ബേസ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ബേസ് കറണ്ട് ഇൻക്രീസ് ചെയ്താൽ കറണ്ട് ഗെയിൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കറണ്ട് ഗെയിൻ ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം കറണ്ട് ഗെയിൻ ഡിക്രീസ് ചെയ്താൽ വോൾട്ടേജ് ഗെയിനും കുറയും. ഇതാണ് ഹൈ ഫ്രീക്വൻസിയിൽ വോൾട്ടേജ് ഗെയിൻ കുറയാനുള്ള രണ്ടാമത്തെ കാരണം. ഓക്കെ. അപ്പോൾ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ IC by IB ആണ്. ഹൈ ഫ്രീക്വൻസിയിൽ IB കൂടും. IB കൂടുമ്പോൾ കറണ്ട് ഗെയിൻ കൂടും. കറണ്ട് ഗെയിൻ കൂടുകയല്ല, കറണ്ട് ഗെയിൻ കുറയും. അപ്പോൾ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ IC by IB ആണ്. ഹൈ ഫ്രീക്വൻസിയിൽ IB കൂടും. IB കൂടി കഴിഞ്ഞാൽ കറണ്ട് ഗെയിൻ കുറയും. കറണ്ട് ഗെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഗെയിനും കുറയും. ഹൈ ഫ്രീക്വൻസിയിൽ വോൾട്ടേജ് ഗെയിൻ കുറയാനുള്ള രണ്ടാമത്തെ കാരണമാണിത്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഡ് ഫ്രീക്വൻസിയിൽ വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റന്റ് ആവാനുള്ള കാരണമാണ്. മിഡ് ഫ്രീക്വൻസിയിൽ വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റന്റ് ആവാനുള്ള കാരണമാണ്. മിഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോ ഫ്രീക്വൻസി ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നതാണ് മിഡ് ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസിയിൽ നിന്ന് ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നതാണ് മിഡ് ഫ്രീക്വൻസി. ഓക്കെ. അപ്പോൾ ഫ്രീക്വൻസി കൂടിക്കൂടി വരുമ്പോൾ നമുക്കറിയാം ഈ കപ്പാസിറ്റർ CC ആണ് ഒന്നാമത്തെ ആംപ്ലിഫയറിൽ നിന്ന് രണ്ടാമത്തെ ആംപ്ലിഫയറിലേക്ക് സിഗ്നലിനെ കടത്തിവിടുന്നത്. ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XC is equal to 1/2πfc. അപ്പോൾ ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നതാണ് മിഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ലോ ഫ്രീക്വൻസിയിൽ നിന്ന് ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നതാണ് മിഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ഫ്രീക്വൻസി കൂടിക്കൂടി വരുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ മിഡ് ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറഞ്ഞു വരും. കപ്പാസിറ്ററിന്റെ പ്രതിരോധം കുറയും. അപ്പോൾ ഒന്നാമത്തെ സിഗ്നലിൽ നിന്ന് ഭൂരിഭാഗം സിഗ്നലിനെയും രണ്ടാമത്തെ ആംപ്ലിഫയറിലേക്ക് കടത്തിവിടും. അപ്പോൾ മിഡ് ഫ്രീക്വൻസി വരുമ്പോൾ ഫ്രീക്വൻസി കൂടി വരും. ഫ്രീക്വൻസി കൂടി വരുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയും. ഈ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കുറയും.
അതുമൂലം പ്രതിരോധം കുറഞ്ഞ കപ്പാസിറ്റർ ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് ഭൂരിഭാഗം സിഗ്നലിനെയും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടത്തിവിടും. അപ്പോൾ രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് കൂടും. കാരണം ഈ കപ്പാസിറ്റർ ഒന്നാമത്തെ ആംപ്ലിഫയറിൽ നിന്ന് ഭൂരിഭാഗം സിഗ്നലിനെ രണ്ടാമത്തെ ആംപ്ലിഫയറിലേക്ക് കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് കൂടും. രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് കൂടിയാൽ ഔട്ട്പുട്ടും കൂടും. ഔട്ട്പുട്ട് കൂടിയാൽ വോൾട്ടേജ് ഗെയിൻ കൂടും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ വോൾട്ടേജ് ഗെയിൻ കൂടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വോൾട്ടേജ് ഗെയിൻ എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ്, കൂടുകയില്ല കുറയുകയില്ല. കാര്യം എന്താ? ഞാൻ ഇപ്പോൾ പറഞ്ഞ കാരണം കൊണ്ട് വോൾട്ടേജ് ഗെയിൻ കൂടി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യം കൊണ്ട് വോൾട്ടേജ് ഗെയിൻ കുറയും. അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും, നള്ളിഫൈ ചെയ്ത് പോകും. അതുകൊണ്ടാണ് വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ മിഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടി വരും. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയും. അപ്പോൾ ഇതൊരു ഷോർട്ട് സർക്യൂട്ടിനെ പോലെ വർക്ക് ചെയ്യും. ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് ഭൂരിഭാഗം സിഗ്നലിനെയും രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടത്തിവിടും. രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ട് കൂടും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ടും കൂടും. അങ്ങനെ വോൾട്ടേജ് ഗെയിൻ കൂടും. അതേസമയം കപ്പാസിറ്ററിന്റെ പ്രതിരോധം കുറഞ്ഞ് ഇതൊരു ഷോർട്ട് സർക്യൂട്ടിനെ പോലെ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ RCയും R1ഉം പാരലലായിട്ട് വരും. RCയും R1ഉം പാരലലായിട്ട് വന്നാൽ RCയുടെ ഇഫക്റ്റീവ് വാല്യൂ എന്തും കുറയും. ഇഫക്റ്റീവ് വാല്യൂ ഓഫ് RC ഡിക്രീസസ്. RCയുടെ ഇഫക്റ്റീവ് വാല്യൂ കുറയും. RCയുടെ വാല്യൂവിനെ ആശ്രയിച്ചിരിക്കും ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ. RCയുടെ വാല്യൂ കുറഞ്ഞാൽ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ എന്തും കുറയും. ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കുറഞ്ഞാൽ മൊത്തത്തിലുള്ള വോൾട്ടേജ് ഗെയിൻ എന്തും കുറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാരണം കൊണ്ട് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കൂടുമെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞ കാരണം കൊണ്ട് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കുറയുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അങ്ങനെ വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആ രണ്ട് കാരണം കൂടെ ഞാൻ ഒന്നുകൂടെ പറയാം ക്യാൻസൽ ആയി പോകുന്നത്. ഫ്രീക്വൻസി കൂടുന്തോറും, മിഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടിക്കൂടി വരും. ലോ ഫ്രീക്വൻസിയിൽ നിന്ന് ഫ്രീക്വൻസി കൂടിക്കൂടി വരും. അപ്പോൾ കപ്പാസിറ്ററിന്റെ പ്രതിരോധം കുറയും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഭൂരിഭാഗം സിഗ്നലിനെയും കടത്തിവിടും. അപ്പോൾ രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് കൂടും. ഒരു ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് കൂടിയാൽ ഔട്ട്പുട്ട് വോൾട്ടേജും കൂടും. അങ്ങനെ വോൾട്ടേജ് ഗെയിൻ കൂടും. ഈ കാരണം കൊണ്ട് വോൾട്ടേജ് ഗെയിൻ കൂടി. ഇനി പറയുന്ന കാരണം കൊണ്ട് വോൾട്ടേജ് ഗെയിൻ കുറയും. അപ്പോൾ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മൂലം RCയും R1ഉം പാരലലായിട്ട് വരും. അപ്പോൾ RCയുടെ ഇഫക്റ്റീവ് വാല്യൂ കുറയും. ആ ഇഫക്റ്റിനെ നമ്മൾ പഠിച്ച പേരെന്താണ്? ലോഡിംഗ് എഫക്ട്. ലോഡിംഗ് എഫക്ട് മൂലം RCയുടെ ഇഫക്റ്റീവ് വാല്യൂ കുറയും. നമുക്കറിയാം ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ RCയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ലോഡിംഗ് എഫക്ട് മൂലം RCയുടെ ഇഫക്റ്റീവ് വാല്യൂ കുറയുന്നത് മൂലം ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ത് ചെയ്യും? കുറയും. ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കുറഞ്ഞാൽ മൊത്തത്തിലുള്ള വോൾട്ടേജ് ഗെയിൻ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കൂടി. ഇപ്പോൾ പറഞ്ഞ കാരണം കൊണ്ട് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കുറഞ്ഞു. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അങ്ങനെ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. എവിടെ? മിഡ് ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, ഇത്രയേ ഉള്ളൂ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്.